ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ കഴിഞ്ഞ ഹോം ടൂർ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇത്രയും മാത്രം റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതായിരുന്നില്ല. വളരെ കുറച്ച് പേരായിരുന്നു, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേരായിരുന്നു ഹോം ടൂർ വീഡിയോ ആവശ്യപ്പെട്ടത്. പക്ഷേ പോസ്റ്റ് ചെയ്ത സമയത്ത് പലരും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരും അല്ലാത്തവരുമായിട്ട് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്ന് ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ സപ്പോർട്ട് എത്ര മാത്രമാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് സന്തോഷം. അതിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അത്രയും സന്തോഷമായിട്ടുള്ള കാര്യം. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ വീഡിയോസ് കണ്ടിരുന്നവരുണ്ട്. ഞാൻ പറയുന്ന അവതരണം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. എൻ്റെ അവതരണത്തിനെ പറ്റിയൊന്നും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ എന്തുകൊണ്ടും ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അത്രയും മാത്രം ആ ഒരു സപ്പോർട്ട് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സപ്പോർട്ട് ഈ ഒരു വീഡിയോയ്ക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പലരും ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ആ ഒരു ഹോം ടൂർ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് വരുന്നത്. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയേണ്ടത് ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. പിന്നെ എത്ര സെൻറ്റിലാണ് സ്ഥലം, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഹോം ടൂർ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള സംശയങ്ങൾ അഥവാ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പേരോട് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു വീഡിയോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ കഴിഞ്ഞ ഹോം ടൂർ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വീടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ പലരും അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനായിട്ട് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വന്നിട്ടുള്ളത്, ബാത്റൂമിൻ്റെ ടാങ്ക് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ്. പിന്നെ ഈ ഒരു സൈഡിലാണ് ബോർവിൽ നിൽക്കുന്നത്. അപ്പോൾ ബോർവില്ലിൻ്റെ സ്ഥാനം അവിടെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബോർവില്ലിന് 600 അടി താഴ്ചയൊക്കെ ആക്കേണ്ടി വന്നു വെള്ളം കിട്ടാനായിട്ട്. അപ്പോൾ വീട് എന്താണ് ഇങ്ങനെ നീളത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 സെൻറ്റാണ് നമുക്ക് സ്ഥലമുള്ളത്. അപ്പോൾ 2 സെൻറ്റ് സ്ഥലം നീളത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നീളത്തിലാണ് വീട് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ബോർവെല്ലുള്ളത്. നമുക്ക് ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വീട് പണിയാന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മതിലൊന്നും കെട്ടിയിട്ടില്ല. മതിലിന് പകരം ഇതുപോലെ ഗ്രില്ലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അധികം പേരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നമ്മുടെ സ്റ്റെയറിനെ കുറിച്ച് തന്നെയാണ്. സ്റ്റെയറിന് എത്രയായി, സ്റ്റെയർ സ്ലൈഡ് ചെയ്ത് വെക്കുന്ന വീഡിയോ കൂടി ചെയ്യുമോ എന്നുള്ളതൊക്കെ. സ്റ്റെയറിൻ്റെ വീഡിയോ എനിക്കിതിൽ ആഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2-3 ആളുടെ സഹായം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ പൊക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ഷോർട്സ് ആയിട്ടാണെങ്കിലും ഈ ഒരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ആരിനെങ്കിലും കിട്ടിയാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇത് പൊക്കാൻ മാത്രം കരുത്തുള്ളവരും ആയിരിക്കണം. ഇത് കാണും പോലെ അത്ര നിസ്സാരമല്ല, നല്ല വെയിറ്റുള്ള സംഭവമാണ്. അപ്പോൾ മൊത്തം ഇരുമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ കൈപ്പിടി മാത്രമാണ് മരത്തിൻ്റെ തടി കൊടുത്തിട്ടുള്ളത്, ബാക്കി കംപ്ലീറ്റ് ഇരുമ്പാണ്. അപ്പോൾ ഇത് നല്ല വെയിറ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് ലോങ് ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തട്ടിക്കൂട്ടി ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഇതെന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് കാലം വേണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന് മുകളിലൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുകളിൽ കാണാൻ പാകത്തിനൊന്നുമില്ല, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഈ ഒരു ഷീറ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഉള്ളൂ. ഇതിന് 2 സൈഡിലും റൂമുകളാണ് വരുന്നത്. അപ്പോൾ സ്റ്റെയറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് കാണുക. ഞങ്ങൾക്ക് ആവശ്യം ഇല്ലാത്തത് എന്നാൽ ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഇതിന് മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നില്ല. പിന്നെ ടെറസിൻ്റെ മുകളിൽ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തും കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മൊത്തം പായൽ പിടിച്ച് കിടക്കുന്നുണ്ട്, മഴക്കാലം കൂടിയല്ലേ. അപ്പോൾ മൊത്തത്തിൽ പായലാണ്, വേറൊന്നും കാണാനായിട്ടില്ല. പിന്നെ കുറേ കൃഷിയും കാര്യങ്ങളും പരിസരമൊക്കെ കാണാം, അത്രമാത്രം. അപ്പോൾ നമ്മുടെ പരിസരമൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ഞങ്ങളുടെ വീടും പരിസരവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വാട്ടർ ടാങ്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് വേണ്ടാത്ത ഐറ്റംസൊക്കെയാണ് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വ്യൂ ആണ് കാണാനായിട്ട് പറ്റുക. ഈ ഒരു ഷീറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നേരത്തെ ഹോം ടൂർ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറ്റും.
അപ്പോൾ ആ ഒരു ഭാഗമാണിത്. പിന്നെ നമ്മളുടെ ബാക്ക് സൈഡ് വ്യൂ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരെല്ലാവരും പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. നല്ല വീട്, നല്ല പരിസരം, അടിപൊളിയായിട്ട് ഇരിക്കാലേ എന്ന് പറയും. അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിട്ട് പോവാറ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങളും എൻ്റെ ഹോം ടൂർ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ കമൻസൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. അത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു ഓരോ കമൻസും വായിക്കുമ്പോൾ. പിന്നെ ഈ ഒരു ഭാഗമാണ് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ റൂം പോലെ തോന്നുന്നത്. ഇത് റൂമാണോ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് റൂമല്ല, സ്റ്റെയർ ഏരിയ ആണ്. സ്റ്റെയർ ഏരിയ 4 വശത്തും ചുമര് കെട്ടി പൊക്കി ഷീറ്റ് ഇട്ട് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നീട് റൂം 2 സൈഡും റൂം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പേസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തതാണ്. പിന്നെ ചുമരൊക്കെ ഒരു സൈഡിൽ ചുമര് പകുതി വരെ കെട്ടിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിലുള്ള റൂം വരുന്ന സ്പേസ് ഇത്രയാണ്. താഴ്ഭാഗത്ത് റൂം ചെറുതാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴ്ഭാഗത്ത് റൂം ചെറുതാവാനായിട്ട് കാരണം കിച്ചണിലേക്ക് പോകാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റൂം ചെറുതായത്. അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ റൂം തന്നെ ആയിട്ട് കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് ചെറിയ റൂമാണെങ്കിലും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്പേസൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന വ്യൂ ഇങ്ങനെയാണ്. ഫ്രണ്ടിലും നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്ക് സൈഡിലും ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്ക് സൈഡിലെയും ഷീറ്റ് ഇട്ടതിൻ്റെ ചാർജ് വേറെയാണ്. നമ്മൾ വീടൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഷീറ്റ് ഇട്ടതും പിന്നെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചതൊക്കെ. പിന്നെ ഈ ഒരു സ്പേസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ ബാത്റൂമിലേക്കും റൂമിലേക്കും കിച്ചണിലേക്കും ഉള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് റൂമിൻ്റെ സ്പേസ് കുറച്ച് കുറയാനായിട്ട് കാരണം. എന്നാലും നമുക്ക് വിഷയമൊന്നുമില്ല. നമ്മൾ ഈ ഒരു വീട്ടിൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ഇതുപോലും ഇല്ലാത്തവർ കുറേ പേരുണ്ടാവും എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഈ ഒരു വീട് പോലും ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അല്ലാതെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീട് തന്നെ സ്വർഗ്ഗമാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റൂ. ഇതുപോലെ തന്നെ പലരും കമൻറ്റ് ബോക്സിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ പ്ലാന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീടിൻ്റെ പ്ലാന് ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരിക്കും. പിന്നെ വന്ന കമൻറ്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് എവിടെയാണ് കളയുക എന്നുള്ളതാണ്. വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും വരുന്നില്ല. പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തായിട്ട് പശുവിനായിട്ട് കഞ്ഞിവെള്ളമൊക്കെ എടുക്കാനായിട്ട് ഒരു താത്ത വരലുണ്ട്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കലുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേന വരുന്നുണ്ടല്ലോ, അവർക്കായിട്ട് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ അത് അവർ കൊണ്ടുപോകും. പിന്നെ കുപ്പി, ചിരട്ടകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വേറെ സെക്ഷനായിട്ട് സൂക്ഷിച്ച് വെക്കലുണ്ട്. അതും കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഇവിടെ ആൾ വരലുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ചാക്ക് അല്ലെങ്കിൽ 2 ചാക്കൊക്കെ നിറയുന്ന സമയത്ത് ഞാൻ എടുത്ത് കൊടുക്കും. പിന്നെ വരുന്നത് ഉള്ളി അതുപോലുള്ള ഐറ്റംസിൻ്റെ ചെറിയ ചെറിയ വേസ്റ്റൊക്കെയാണ്. അതൊക്കെ ഞാൻ എൻ്റെ ചെടികൾക്കാണ് വെച്ച് കൊടുക്കൽ. അപ്പോൾ ചെടികളും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ചെടികളൊക്കെ ഫ്രണ്ടിലായിട്ട് വെച്ച് ഒരു വീഡിയോ കൂടി ചെയ്യണേ എന്നുള്ളത്. ഇൻഷാ അല്ലാ നമുക്ക് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ചെടികളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ വന്ന കമൻറ്റ് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചാണ്. എന്ത് സെപ്റ്റിക് ടാങ്കാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുഴി എടുത്തിട്ട് കരിങ്കല്ല് കെട്ടി പൊക്കി പിന്നെ സ്ലാബ് വാർത്ത് അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ടാണുള്ളത്. ബാക്കിലായിട്ട് നമ്മളൊരു വേസ്റ്റ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളത്തിൻ്റെ ടാങ്കാണത്. ഈ ഒരു കുഴിയും അതുപോലെ കരിങ്കല്ലിൽ തന്നെയാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. പിന്നെ ഒരു റിങ് കൂടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് സ്ലാബ് വാർത്ത് മൂടി വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെയറിന് എത്ര രൂപയായി ചെയ്യാനെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിൻ്റെയും എമൗണ്ട് കറക്റ്റായിട്ട് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പല ഭാഗത്തും മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു വീട് താമസം തുടങ്ങിയിട്ട് 3 വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസിനും അതിനും കോസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സ്റ്റെയർ ചെയ്യാനായിട്ട് 35,000 രൂപൻ്റെ അടുത്തൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും രൂപ കൊടുത്തിട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ നമ്മൾക്ക് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ വാർത്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് അനക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ കുറച്ച് വിരുന്നുകാർ അധികമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ അങ്ങനെ സ്ലൈഡ് ചെയ്ത് ചുമരിലായിട്ട് വെക്കുക. ലോക്ക് ഇട്ട് വെച്ചാൽ പിന്നെ ആ ലോക്ക് അഴിച്ചാൽ മതി. നമുക്ക് സ്റ്റെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റെയർ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. പിന്നെ കുറച്ച് പേര് ഈ ഒരു ഫിൽറ്ററിനെ പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ പരിചയപ്പെടുത്താനൊന്നും അറിയില്ല. ഇത് കറണ്ടിലല്ല യൂസ് ചെയ്യുന്നത്, ഇത് ഡയറക്റ്റ് ആയിട്ട് ടാപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ടാപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ള ട്യൂബിലൂടെ നേരെ ഫിൽറ്ററിലേക്ക് പോകും. അത് ഫിൽറ്റർ ആയിട്ട് അപ്പുറത്തെ സൈഡുള്ള ചെറിയ ട്യൂബിലൂടെയാണ് വെള്ളം വരിക. ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉള്ള സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഓപ്പൺ ചെയ്യാനും പറ്റും, ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ ഒരു ഫിൽറ്ററിന് 900 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് സാധാരണക്കാർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കറണ്ടും വേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ പറയാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പല ഭാഗത്തും പല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങിയത് മുതൽ ഈ വീടിന് കുറ്റി അടിച്ചത് മുതൽ ഈ വീട് ഇരുന്നത് വരെയുള്ള ചിലവ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡയറിയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഡയറി ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള കണക്കുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് കൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ടോട്ടലായിട്ടുള്ള ഒരു എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് അധികമായിട്ട് പൈസ ഇറക്കേണ്ടി വന്നു. വീട് പണിക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾക്ക് അതിൽ നിന്ന് എത്ര പൈസ ഇറങ്ങും എന്നുള്ളത് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു വീടിൻ്റെ പ്ലാൻ നോക്കി എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെട്ടി വാർക്കാനായിട്ട് 6.5 ലക്ഷം രൂപ തന്നാൽ മതി എന്നായിരുന്നു. പക്ഷേ വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ കെട്ടി വാർത്ത സ്ക്വയർ ഫീറ്റിനായിരുന്നു എഗ്രിമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ലാസ്റ്റ് അളന്ന് നോക്കുമ്പോൾ വീട് കുറച്ച് വലുതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അധികമായിട്ട് പൈസ കൊടുക്കേണ്ടി വന്നു. ഒരു 7-7.5 ലക്ഷത്തോളം അധികമായിട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഈ വീടിൻ്റെ ബാക്കിയുള്ള ടൈലും കാര്യങ്ങളും വയറിങ്ങും ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നോക്കിയെടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് നോക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്താലും നമ്മൾ എത്ര കോസ്റ്റ് അറിഞ്ഞു എന്ന് വെച്ചാലും നമ്മളൊരു സ്ഥലത്തിൽ നമ്മളൊരു വീട് പണിയുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന വഴി നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. വീട് പണി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ പൈസ ഇറങ്ങുന്ന പണി തന്നെയാണ്. അപ്പോൾ വീട് പണിക്ക് ഇറങ്ങുന്നവർ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പൈസയിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് നോക്കുക. പിന്നെ മൊത്തത്തിൽ വീടൊക്കെ പണിത് ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ താക്കോല് തരുന്ന രീതിയിലുള്ള പണിയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അവരെ ഏൽപ്പിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ മേൽനോട്ടത്തിൽ തന്നെ നമ്മൾ വീട് പണിയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീട് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത്. അതും ഒരു കോസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പൈസ എപ്പോഴും അധികമായിട്ട് കരുതി വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഇതുവരെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് അധികം പൈസ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മളത് ടോട്ടൽ കോസ്റ്റ് ചെയ്തു പറഞ്ഞാൽ പിന്നെ നമ്മളത് റിഗ്രറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും, റിഗ്രഷൻ തോന്നും. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാലും ഏകദേശം ഒരു 15 ലക്ഷത്തിൻ്റെ അകത്തായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് ഞങ്ങൾക്കത് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അത് ഞങ്ങൾക്കറിയാം. ഇനി അതല്ല ഈ ഒരു എമൗണ്ട് കുറവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും പ്ലാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനാണ്. അപ്പോൾ മെയിൻ ഹാള് വന്നിട്ടുണ്ട്. അവിടെ തന്നെയാണ് സ്റ്റെയർ ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ, അതിലേക്കുള്ള സ്പേസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ക്വയർ ഫീറ്റ് 400 സംതിങ് ആയിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ 500 സംതിങ് ആയിട്ടുണ്ടായിരുന്നു സ്ക്വയർ ഫീറ്റ്. പിന്നെ
മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ ഏരിയ കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 2 ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കും പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് 2 ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ 1000 സ്ക്വയർ ഫീറ്റിന് അകത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പറയാത്ത എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ട് പറയാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. ഞാൻ അതിനുള്ള ആൻസർ അപ്പം തന്നെ തന്നോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നോക്കുക. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അതേപോലുള്ള സപ്പോർട്ട് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.